നമസ്കാരം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് രുക്മി വധാണ്. ആരാ ഈ രുക്മി? രുക്മിണി, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭാര്യയായ പ്രഥമ ഭാര്യയായിട്ടുള്ള രുക്മിണിയുടെ ജ്യേഷ്ഠ സഹോദരനാണ് രുക്മി. അപ്പോൾ രുക്മിണിയുടെ ജ്യേഷ്ഠ സഹോദരൻ തൻ്റെ സർവ്വ വൈരാഗ്യങ്ങളും വെടിഞ്ഞ് കൃഷ്ണനുമായിട്ട് രമ്യതയിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന കാലമായിരുന്നു കേട്ടോ അത്. ഈ രുക്മിണീനെ കല്യാണം കഴിച്ചതൊന്നും രുക്മിക്ക് ഇഷ്ടമായിട്ടില്ല. ആ കഥയൊക്കെ അറിയാലോ അല്ലേ? അറിയാത്തവർ രുക്മിണി സ്വയംവരം കേൾക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വൈരാഗ്യങ്ങളൊക്കെ വെടിഞ്ഞ് വളരെ സൗഹാർദ്ദപരമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്ന കാലത്ത് മകളായിട്ടുള്ള രുക്മാവതിയെ കൃഷ്ണപുത്രനായിട്ടുള്ള പ്രദ്യുമ്നൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നറിയാലോ. അപ്പോൾ രുക്മാവതിയിൽ പ്രദ്യുമ്നനുണ്ടായ പുത്രനുണ്ട്, അതാണ് അനിരുദ്ധൻ. നമുക്കറിയുന്ന കാര്യമാണ്, കഥയൊക്കെ മുന്നേ പറഞ്ഞതാണ്. അനിരുദ്ധൻ ഉഷയെ വിവാഹം കഴിച്ചതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാം ഞാൻ താഴെ കൊടുക്കാം ലിങ്കുകൾ, ഒന്ന് കയറി കേട്ടോളൂ കേട്ടോ. അപ്പോൾ കൃഷ്ണനുമായിട്ടുള്ള സൗഹൃദം, മൈത്രീ ബന്ധം, ഫ്രണ്ട്ഷിപ്പ് ദൃഢതരമാക്കാൻ വേണ്ടിയിട്ട് രുക്മി എല്ലാവരുമായിട്ട് യോജിച്ച് തൻ്റെ പുത്രൻ്റെ മകളായിട്ടുള്ള രോചനയെ അനിരുദ്ധനെ കൊണ്ട് വേളി കഴിപ്പിച്ചു. ആ കല്യാണ മഹോത്സവത്തിൽ കൃഷ്ണനും ഭാര്യമാരും ബലരാമനും രേവതിയും ദേവകി, രോഹിണി തുടങ്ങിയ അമ്മമാരും വസുദേവരെ, ശൂരസേനൻ തുടങ്ങിയ പിതൃജനങ്ങളും എന്നുവേണ്ട സർവ്വ യാദവ പ്രമാണികളും രുക്മിയുടെ കൊട്ടാരത്തിൽ പോയി വളരെ സൗഹാർദ്ദപരമായിട്ട് മിത്രങ്ങളായിട്ട് പെരുമാറി. അതേവരെ ഉണ്ടായിരുന്ന വൈരാഗ്യങ്ങൾ രണ്ടു കൂട്ടരും മറന്നു. മിത്രഭാവത്തിൽ എല്ലാവരും വളരെ സഹകരിച്ച് കഴിയുന്നത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രുക്മിണിയായിരുന്നു. രുക്മിണിക്ക് തൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ അകന്ന് നിൽക്കണതിൽ വലിയ വിഷമമായിരുന്നു. അപ്പം അതൊക്കെ മാറി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കൂടി രുക്മിയുടെ നിർബന്ധപ്രകാരം രാമനും, അതായത് ബലരാമനും കൃഷ്ണനും ബന്ധുജനങ്ങളും ഭോജകടയിൽ താമസിച്ചു. ഭോജകട, അതാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ താമസിച്ചു. രുക്മി അത്യന്തം സന്തുഷ്ടനായിട്ട് തീർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്നേഹിതനായ കലിംഗനും ഒരുമിച്ച് രുക്മി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കലിംഗൻ പറഞ്ഞു, അങ്ങ് ഇപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാനായി തീർന്നിരിക്കുന്നു. അങ്ങ് വിദർഭ രാജാവ് ശ്രീകൃഷ്ണൻ്റെ സ്യാലൻ, അതായത് അളിയൻ, ദ്വാരകാപതികളായ രാമകൃഷ്ണന്മാർ അങ്ങയുടെ ബന്ധുക്കളല്ലേ? അതുവഴി ഹസ്തിനപുരം ചക്രവർത്തിയായ ധർമ്മപുത്രരും ബന്ധുവാണ്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങയെപ്പോലെ ബന്ധുബലമുള്ള ഒരു രാജാവ് വേറെ കാണില്ല. എല്ലാ വിധത്തിലും അങ്ങ് പൂജ്യനായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അവരെ അപേക്ഷിച്ച് ഏതെങ്കിലും വിധത്തിലൊരു മാനം നമുക്കും നേടണ്ടേ? ചൂതുകളിയല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല. ചൂതുകളിയിൽ ജയിച്ചാൽ ആ ഒരു ബഹുമതി അങ്ങയ്ക്ക് കിട്ടും. ദ്യൂതവൈദഗ്ധ്യം, അത് രാജാക്കന്മാർക്കൊരു ബഹുമതി തന്നെയാണേ. അതും ഒരു രാജവിജയമാണ്, ഒരു യുദ്ധവിജയം തന്നെയാണ്. ആയതിനാൽ യദുവംശ നേതാവായിട്ടുള്ള ബലരാമനെ ചൂത് കളിക്കാൻ ക്ഷണിക്കൂ. അദ്ദേഹത്തിന് ഈ ദ്യൂതത്തിലൊക്കെ വലിയ പരിജ്ഞാനം ഉണ്ടെന്ന് തോന്നണില്ല. അപ്പം നമുക്ക് ജയിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ദ്യൂതത്തിന് ക്ഷണിച്ചാലേ അത് നിരസിക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിന് വെല്ലുവിളിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറുന്നത് പോലെയാണെന്നൊരു ചിന്തയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ചൂതുകളിക്ക്, രാജാക്കന്മാരുടെ ഇടയിൽ ആരെങ്കിലും ചൂതുകളിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരും പിന്മാറില്ല. അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. ആ വെല്ലുവിളി അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ടാണ് ഈ പ്രശ്നത്തിലൊക്കെ ചെന്ന് പെടുക. അപ്പോൾ ഇവിടെ കലിംഗൻ്റെ അഭിപ്രായം ശരിയാണെന്ന് രുക്മിക്ക് തോന്നുക. ഒട്ടും വിളംബം വരുത്താതെ, ഒട്ടും വൈകാതെ രേവതീകാന്തനായിട്ടുള്ള ബലരാമനെ രുക്മി ദ്യൂതത്തിന് ക്ഷണിച്ചു. വലിയ വാശിയോടുകൂടി വാദം വെച്ച് ഇരുവരും കളിയും ആരംഭിച്ചു. അപ്പോൾ ദ്യൂതത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഈ വാത് വെച്ചാണ് കളിക്കുക. അതാണല്ലോ ധർമ്മപുത്രരുടെ എല്ലാം നഷ്ടപ്പെടാൻ കാരണം ദ്യൂതായിരുന്നു. അതുപോലെ തന്നെ നളൻ്റെ കാര്യം, ദമയന്തിയുടെ നളനെ, തൻ്റെ പത്നിയെയും രാജ്യത്തെയും എല്ലാം നഷ്ടപ്പെടുന്നത് ഈ ദ്യൂതം കാരണമാണ്, ചൂതുകളി കാരണമാണ്. അപ്പോൾ ഇവിടെ കളി ആരംഭിച്ചു.
100ഉം 1000ഉം പിന്നെ 5000ഉം 10000ഉം ഒക്കെ ആദ്യം വാത് വെച്ചിട്ട് പിന്നെ ബലരാമൻ തോൽക്കുകയാണ് ഉണ്ടായത്. രുക്മിയുടെ പക്ഷക്കാർ ചിരിച്ചു തുടങ്ങി. കലിംഗൻ സന്തോഷം കൊണ്ട് പല്ലിളിച്ച് ഉച്ചത്തിൽ അട്ടഹസിച്ചു. ബലരാമന് കോപം ജ്വലിച്ചു എങ്കിലും അത് അടക്കിക്കൊണ്ട് ലക്ഷം പന്തയമായിട്ട് വെച്ചു. ആ കളിയിൽ ആരാ ജയിച്ചത്? ബലരാമൻ ജയിച്ചു. സീരി എന്ന് വെച്ചാൽ ബലരാമൻ ജയിച്ചു. ജയിച്ചത് താനാണെന്ന് രുക്മി സത്യവിരുദ്ധമായിട്ട്, അതായത് കള്ളം പറയുകയാണ് രുക്മി, ജയിച്ചത് രുക്മിയാണെന്ന് വാദിച്ചു. രുക്മിയുടെ ആത്മാർത്ഥതയില്ലാത്ത അസത്യപ്രസ്താവന, ഈ കള്ളം പറയുന്നത് സഹിക്കാൻ പറ്റില്ലല്ലോ. സത്യമായിരുന്നെങ്കിൽ എത്ര ദേഷ്യം വന്നാലും ബലരാമൻ സഹിക്കുമായിരുന്നു. പക്ഷേ ഇത് കള്ളമായതുകൊണ്ട്, അസത്യമായതുകൊണ്ട് മുസലിക്ക് ബലരാമനെ വെറുപ്പ് തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ വീണ്ടും കളി തുടർന്നു. കാരണം എന്താ? ശ്രീകൃഷ്ണൻ്റെ പത്നിയായിട്ടുള്ള രുക്മിണിയുടെ ജ്യേഷ്ഠനാണല്ലേ, ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാവശ്യവും ബലഭദ്രൻ തന്നെ ജയിച്ചു. രുക്മി അതും തർക്കിച്ചു. ജയിച്ചത് താനാണെന്ന് അവൻ വീറോടെ വാദിച്ചുകൊണ്ട് ബലഭദ്രൻ ശുദ്ധ നുണ പറയുകയാണെന്നും വിളിച്ചു പറഞ്ഞു. ജയിച്ചത് ഞാൻ തന്നെയാണ്. എന്താണ് അതിന് ഇത്ര സംശയം? അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർ പറയട്ടെ ആരാണ് ജയിച്ചതെന്ന്. രുക്മി വാദിച്ചു. അപ്പോൾ കാണികളായിട്ട് നിന്നിരുന്ന കലിംഗൻ തുടങ്ങിയവർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവരെന്താ പറഞ്ഞത്? രുക്മി പക്ഷക്കാരാണല്ലോ, അപ്പോൾ ചൂത് നേടിയത് രുക്മി തന്നെയാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ആ സമയം ഒരു ആകാശവാണി അവിടെ പ്രതിധ്വനിച്ചു. രുക്മി അസത്യമാണ് പറയുന്നത്, ചൂതിൽ ജയിച്ചിട്ടുള്ളത് രാമനാണ്. അതായിരുന്നു ആ അശരീരി. ഞാൻ ജയിച്ചത് തെറ്റാണെന്ന് അശരീരി പറഞ്ഞാലും ഞാൻ വകവയ്ക്കാൻ പോകുന്നില്ല. മായ കൊണ്ട് അങ്ങനെ ആർക്കും പറയിപ്പിക്കാം. മാനം വേണമെങ്കിൽ നേരെ നിന്ന് കളിച്ച് ജയിക്കണം, അല്ലാതെ അശരീരി കേട്ടെന്നും പറഞ്ഞ് ജയമൊന്നും നേടാൻ നോക്കണ്ട. അതൊക്കെ നിങ്ങളുടെ മായ. ആ പണിയൊന്നും ഇവിടെ നടപ്പില്ല. പശുക്കളെയും മേച്ചു നടന്ന കാടന്മാരായ നിങ്ങൾക്ക് അന്തസ്സുള്ള രാജാക്കന്മാരുമായി ചൂത് കളിക്കാൻ വശമില്ലെന്ന് തുറന്ന് സമ്മതിക്കേ. നാണക്കേടൊന്നും തോന്നണ്ട. ചൂതിലും പോരിലും സാമർത്ഥ്യം അരജന്മാർക്കല്ലാതെ, അതായത് രാജാക്കന്മാർക്കല്ലാതെ ഇടയന്മാർക്കുണ്ടാകുമോ? രുക്മിയുടെ വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ രുക്മിയുടെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപ ഭർത്സനങ്ങൾ കേട്ടിട്ട് കൂട്ടുകാരായിട്ടുള്ള നൃപതികൾ കൈകൊട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സംഘർഷണൻ്റെ അന്തരംഗത്തിൽ നിന്നും ഈ മനസ്സിലെ കോപത്തിൻ്റെ ഒരു അഗ്നിപർവ്വതം പൊട്ടുകയാണ് ബലരാമൻ്റെ ഉള്ളിലെ. രുക്മിയുടെ ഓരോ വാക്കും വിഷലിപ്തമായ കൂരമ്പ് പോലെ അദ്ദേഹത്തിൻ്റെ ചെവികളിൽ, കർണങ്ങളിൽ തറച്ച് വേദനിപ്പിച്ചു. അങ്ങനെ രുദ്രനയനനായിട്ട് ബലഭദ്രൻ ബദ്ധരോഷത്തോടെ ചാടി എഴുന്നേറ്റു. തൻ്റെ കയ്യിലുള്ള ആ ഒരു സീരം ഉണ്ടല്ലേ എപ്പോഴും, ആ കലപ്പ, അതുകൊണ്ട് രുക്മിയുടെ തല തല്ലി ഉടച്ച് അവനെ വധിച്ചു. അത് കണ്ട് അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള രാജാക്കന്മാർ പ്രാണരക്ഷാർത്ഥം സ്ഥലം വിട്ട് ഓടി. ബലരാമൻ കലിംഗനെയും പിടിച്ച് അടിച്ച് കാലപുരിക്ക് അയച്ചു. ബാക്കി നിന്നിരുന്ന രുക്മി പക്ഷക്കാരായിട്ടുള്ള ഭൂപാലന്മാരെല്ലാം ഇരുമ്പുലയ്ക്ക കൊണ്ടുള്ള അടിയേറ്റ് അംഗങ്ങൾ ഒടിഞ്ഞും പല്ലുകൾ കൊഴിഞ്ഞും മൂക്കുകൾ ചതഞ്ഞും ചോരയിലും മുഴുകി പിടഞ്ഞും താഴെ വീണ് ഉച്ചത്തിൽ കരഞ്ഞുമൊക്കെ പ്രാണഭീതിയോടെ എഴുന്നേറ്റ് ചുറ്റും നോക്കി ഓടി. ഉള്ള ജീവനും കൊണ്ട് അവർ ഓടി ഒളിച്ചു. ചൂതുകളിയും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം പീതാംബരൻ, അതാരാണ് പീതവസ്ത്രം എടുക്കുന്നവൻ? ശ്രീകൃഷ്ണൻ കണ്ടു. ഒന്നും മിണ്ടിയില്ല കേട്ടോ, ഒരക്ഷരം അദ്ദേഹം മിണ്ടിയില്ല. ജ്യേഷ്ഠൻ ചെയ്തത് നന്നായെന്ന് പറഞ്ഞാൽ വൈദർഭിക്ക് രുക്മിണിക്ക് ഇഷ്ടാവില്ല, കഷ്ടമെന്ന് പറഞ്ഞാലോ ജ്യേഷ്ഠനും ഇഷ്ടാവില്ല. അപ്പം പിന്നെ എന്താ നല്ലത്? മിണ്ടണ്ട. അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ഉണ്ടായത്. രുക്മിയുടെ ചരമക്രിയകളൊക്കെ വേദവിധി പ്രകാരം നിർവഹിച്ചതിന് ശേഷം ശ്രീവല്ലഭൻ വല്ലഭമാരോടും പുത്രമിത്രാദികളോടും കൂടിയിട്ട് ദ്വാരകയിലെത്തി. ഉത്തമയായ രുക്മിണി സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് പരുഷമായ ഒരു വാക്കുപോലും ഭഗവാന്റെ മുമ്പിൽ, പ്രാണപതിയുടെ മുമ്പിൽ ഉച്ചരിച്ചില്ല. അപ്പം ഇതാണ് രുക്മിവധം. ഇതിന് ശേഷം
രുക്മിണി ഒരു ദിവസം ഭർത്താവിൻ്റെ പാദങ്ങൾ മടിയിൽ വെച്ച് ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തുറന്നു കിടന്ന വാതിലിൽ കൂടി പരിമളഭരനായിട്ടുള്ള കാറ്റ്, സമീരണൻ മന്ദം മന്ദം അകത്തു കടന്നിട്ട് അവരെ ഇങ്ങനെ തലോടിക്കൊണ്ടങ്ങ് പോയി. അപ്പോൾ കൃഷ്ണൻ കണ്ണൊക്കെ തുറന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് ചോദിച്ചു, എന്താ രുക്മിണി, നീ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണോ? പോയി അല്പസമയം വിശ്രമിക്കൂന്നേ. പറഞ്ഞു, വേണ്ട. രുക്മിണി പറയാണ്, വേണ്ട, അങ്ങയുടെ വിശ്രമം തന്നെയാണ് എൻ്റെയും വിശ്രമം. രുക്മിണി, എന്നോടുള്ള സ്നേഹം നിന്നോളം മറ്റാർക്കും ഇല്ലയെന്ന് എനിക്കറിയാം. നീ ശ്രേഷ്ഠയായിട്ടുള്ള വിദർഭ രാജപുത്രിയാണ്. വിശ്രുതന്മാരായിട്ടുള്ള പല ഭൂപതീ തിലകന്മാരും നിന്നെ വിവാഹം കഴിക്കാൻ മോഹിച്ച് വന്നിട്ടുണ്ട്. എനിക്കറിയാം അതൊക്കെ. അവരെ എല്ലാം വെടിഞ്ഞിട്ടാണ് കേവലം ഒരു ഇടയനായിട്ടുള്ള എന്നെ വരിക്കാൻ ആഗ്രഹിച്ചത് നീ. അപ്പം നിൻ്റെ സന്ദേശവാഹകനായിട്ടുള്ള ആ ബ്രാഹ്മണൻ വന്ന് എന്നോട് വിവരം പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ഞാൻ അവിടെ വന്ന് മറ്റുള്ള മന്നവന്മാരുമൊക്കെ ആയിട്ട് യുദ്ധം ചെയ്ത് നിന്നെ പരിഗ്രഹിച്ചു. അതുമൂലം നിൻ്റെ ഭാവി ഞാൻ നശിപ്പിച്ചു അല്ലേ? ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലായിരുന്നു എങ്കിൽ നിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ ഉന്നതനായിട്ടുള്ള ഒരു പാർത്ഥിവ ശിഖാമണിയുടെ പട്ടമഹിഷിക്കായിട്ട് നീ ഇന്ന് വാഴുമായിരുന്നില്ലേ? ഞങ്ങൾക്ക് രാജ്യത്വം ഇല്ല, രാജചിഹ്നം ഇല്ല, രാജാക്കന്മാർ കൂടുന്നിടത്ത് സ്ഥാനവും ഇല്ല. ജരാസന്ധനെ പേടിച്ച് ഈ കടലിൽ ഇങ്ങനെ ഒരു തുരുത്തുണ്ടാക്കി കഴിയുന്നു എന്ന് മാത്രം. നിനക്കതിൽ യാതൊരു സങ്കടവും ഞാൻ ഇതുവരെ കണ്ടില്ല. നിൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഞങ്ങളുടെ കുറവുകൾ എപ്പോഴും കുത്തി കുത്തി പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു. അന്ന് ആ ചൂതുകളി ദിവസം എത്ര കഠോരമായിട്ടുള്ള വിധത്തിലാണ് ജ്യേഷ്ഠനെ അദ്ദേഹം അപമാനിച്ചത്. നിനക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ നിനക്കൊന്നും തോന്നാനിടയില്ല. നീ പതിവ്രതയാണ്. ഭർത്താവിൻ്റെ കുറ്റം കാണുവാൻ പതിവ്രതയ്ക്ക് കണ്ണില്ല എന്നല്ലേ പറയാം. നിൻ്റെ ജ്യേഷ്ഠൻ്റെ ആകൃതിക്ക് ഞാൻ വൈരൂപ്യം വരുത്തിയപ്പോഴും നീ എന്നോട് പരിഭവിച്ചില്ല. പൂർവാധികം സ്നേഹത്തോടു കൂടി നീ എന്നോട് പെരുമാറിയിട്ടേ ഉള്ളൂ. ജ്യേഷ്ഠ അദ്ദേഹത്തെ വധിച്ചു, എന്നിട്ടും യാതൊരു വിരോധഭാവവും നീ എൻ്റെ മുമ്പിൽ കാണിച്ചിട്ടില്ല. നിന്നെ കൂടാതെ 7 ധന്യാങ്കിമാരെ, നരകാസുരബന്ധനത്തിൽ കിടന്ന 10,000 യോഷാമണികളെ ഒക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. നീ എൻ്റെ പ്രഥമ പത്നിയാണ്. എന്നിട്ടും യാതൊരു വിധമായിട്ടുള്ള അപ്രീതിയും നീ എൻ്റെ മുന്നിൽ കാണിച്ചിട്ടില്ല. ഒരു തുള്ളി കണ്ണുനീര് പോലും നീ പൊഴിച്ചിട്ടില്ല. പരിഭവം കലർന്ന ഒരു വാക്കുപോലും നീ ഉരിയാടിയിട്ടില്ല. പഴയതിലും ഉല്ലാസവതിയായിട്ട് നീ പെരുമാറുകയുണ്ടായത് എപ്പോഴും. അന്നത്തെ കല്യാണവേളയിലെ നിൻ്റെ മുഖത്തെ പ്രസന്നത ഇന്നും മങ്ങാതെ പ്രകാശിക്കുകയാണ്. ഇങ്ങനെയൊരു സർവോത്തമയായിട്ടുള്ള ധർമ്മപത്നിയെ ലഭിച്ച ഞാൻ മഹാഭാഗ്യവാൻ തന്നെയാണ്. എത്രായിരം ഭാര്യമാരെ എനിക്കുണ്ടായാലും ഞാൻ നിൻ്റെ പ്രാണേശ്വരനാണ് എന്നുള്ള യഥാർത്ഥ ബോധമാണ് നിനക്ക് ആ ത്യാഗസുരഭിലായിട്ടുള്ള പ്രേമസന്തോഷം പകർന്നു തരുന്നത്. ഞാൻ നിസ്സംഗനാണ്. വിഷയ ആസ്വാദനത്തിന് വേണ്ടി ഞാൻ ആരെയും പരിഗ്രഹിച്ചിട്ടില്ല. അത് നിനക്കറിയാം. ലോകബോധ്യത്തിന് വേണ്ടി ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന പാരിജാതം സത്യഭാമയുടെ അന്തപുരത്തിനടുത്ത് നട്ടു. അതിലും നിനക്ക് പരിഭവം തോന്നിയില്ല. പക്ഷേ അതിൽ പൊട്ടി വിരിയുന്ന പുഷ്പങ്ങൾ വീഴുന്നത് നിൻ്റെ അന്തപുരമുറിയുടെ പൂമുറ്റത്താണ്. അതിനുള്ള കാരണം എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? രുക്മിണി, നിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നീ ഗർഭവതിയായി പ്രസവിച്ച സമയം ആ കുഞ്ഞ് അപ്രത്യക്ഷമായി. അതേക്കുറിച്ച് എൻ്റെ മുമ്പിൽ സങ്കടം നീ പ്രകടിപ്പിച്ചില്ല. സർവവും നീ സ്വയം സഹിച്ചാലും എൻ്റെ മനസ്സിന് ക്ലേശമുണ്ടാക്കരുത് എന്നായിരുന്നു നിൻ്റെ ആഗ്രഹം. അത് ഒരു പതിവ്രതയുടെ ത്യാഗമാണ്. ആ കുഞ്ഞ് ആരാണെന്നും എങ്ങനെ മറഞ്ഞിരിക്കുന്നു എന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും എനിക്കറിയായിരുന്നു. ആ വിവരം നിന്നെ ഞാൻ ധരിപ്പിച്ചില്ല. നിൻ്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നൻ കാമദേവനാണ്. അവൻ്റെ പത്നിയായ മായാവതി രതിയുമാണ്. അവളിൽ അവന് സന്താനമുണ്ടാകുകയില്ല. ആ നിലയിലാണ് രുഗ്മാവതിയിൽ അവന് അനിരുദ്ധൻ പിറന്നത്. രുഗ്മി മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പുത്രിയും പുത്രൻ്റെ പുത്രിയും നിനക്ക് ഏറ്റവും അടുത്ത മക്കളായി തീർന്നിരിക്കുന്നു. സഹോദരൻ്റെ മരണം മൂലം രുക്മിണിയുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഭഗവാനെ ഈ വിധൊരു സ്നേഹ മസൃണായിട്ടുള്ള മധുര ഭാഷണത്തിന് ഒരുമ്പെട്ടത്.
ഒടുവിൽ രുക്മിണി ഇത്രയും ഭഗവാൻ പറയല്ലേ, അപ്പോൾ രുക്മിണി തിരിച്ചു പറയുകയാണ്. അധികമൊന്നും പറയുന്നില്ല. രുക്മിണി പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങ് എന്നെ പരിഗ്രഹിച്ചില്ലായിരുന്നു എങ്കിലേ ഞാൻ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ പട്ടമഹിഷിയായി ഇപ്പോൾ വാഴുമായിരുന്നു. എന്നങ്ങ് പറഞ്ഞത് ശരിയാണോ? ഞാനിപ്പോൾ രാജാവിൻ്റെ അല്ലല്ലോ, രാജാധിരാജൻ്റെ പട്ടമഹിഷിയല്ലേ. അത്ര മാത്രമാണ് രുക്മിണി പറഞ്ഞത്. അപ്പോൾ കൃഷ്ണൻ പ്രിയതമയുടെ വാക്കുകൾ കേട്ടിട്ട് ഗാഢമായിട്ട് അവരെ ആശ്ലേഷിച്ചു. അവളുടെ പൂവും മൃദുമേനിയെ തടവി ചുംബിച്ചു. ഇത് ഭഗവാന്റെ രുക്മിണി സാന്ത്വനാണ്. രുക്മിണിയുടെ മനസ്സിലുള്ള എല്ലാതരം വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മായ്ക്കാൻ വേണ്ടി ഭഗവാൻ അല്പനേരം അതിനു വേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.